വ്യവസായം ഉലകമാകാശം ഇവയുള്ളവാക്കിയ ആരുമില്ല നീയൊഴികെ ചാരുവാൻ ഒരാൾ പാരിൻ പ്രിയ പാരിൻ പ്രിയ. ഇപ്പോൾ ഈ വിനോദയാത്രയെ കുറിച്ച് സന്ദേശം നിങ്ങൾ അറിയിക്കുന്നതിന് പ്രൊഫസർ ക്ഷണിച്ചു. അടുത്ത നഗരങ്ങളായി നിങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ എല്ലാ നാട്ടുകാർക്കും, സ്നേഹമുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരും, കടകൾ നടത്തുന്നവരും, യാത്രക്കാരും എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുകയും നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ കേരളത്തിൽ 14 ജില്ലകളിലും കടന്നുപോയി പ്രവർത്തനമാണ് ഈ വിമോചന യാത്ര എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തെക്കുറിച്ച് വിദേശികളാണ് ആദ്യം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിച്ചത്. വിദേശികളാണ് കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ആദ്യമായി വിളിച്ചത്. അവരത് വിളിക്കാൻ തക്കതായ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം കേരളത്തിന് മനോഹരമായ പ്രകൃതിയായിരുന്നു. ആറുകളും പുഴകളും അതുപോലെ തന്നെ കുന്നുകളും നെൽപ്പാടങ്ങളും കായൽ ശേഖരങ്ങളും ഒക്കെയുള്ള മനോഹരമായ പ്രകൃതിയായിരുന്നു കേരളത്തിന്. രാഷ്ട്രീയക്കാരുടെ ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ സുന്ദര കേരളമെന്ന്, അക്ഷര കേരളമെന്ന്, സാക്ഷര കേരളമെന്ന് ഒക്കെയും വിളിക്കുന്ന കേരളം. എന്തിന് ഏറെ പറയുന്നു, കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കാൻ വിദേശികൾക്ക് മടിയുണ്ടായി. എന്നാൽ ഇന്ന് നാം ന്യൂസ് ചാനലുകളിലൂടെ കേൾക്കുമ്പോൾ, പത്രമാധ്യമങ്ങളിലൂടെ കേൾക്കുമ്പോൾ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണോ അതോ പിശാചിന്റെ സ്വന്തം നാടാണോ എന്ന് സംശയമുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം 7 വയസ്സുകാരിയെയും 70 വയസ്സുകാരിയെയും പീഡിപ്പിക്കുന്നതായിരിക്കുന്ന മനുഷ്യരെന്ന് വിളിക്കുന്ന മൃഗസ്വഭാവമുള്ള മനുഷ്യർ ഇന്ന് കേരളത്തിലുണ്ട്. മിക്കവാറും പോലീസുകാർ പറഞ്ഞു പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നാം പത്രവാർത്തകളിൽ വായിക്കുന്ന വാർത്തകൾ നിമിത്തം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടല്ല എന്നതാണ്. 7 വയസ്സുകാരിയെയും 70 വയസ്സുകാരിയെയും പീഡിപ്പിക്കുന്നതായിരിക്കുന്ന മനുഷ്യരെ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലം. പോലീസുകാര് ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് FIR എടുക്കുമ്പോൾ അതിന് താഴെ എഴുതുന്ന ഒരു കാര്യമുണ്ട്: ഈ പ്രതി ഈ കുറ്റം ചെയ്യുമ്പോൾ മദ്യത്തിന് അടിമയായിരുന്നു, അതല്ലെങ്കിൽ പ്രതി കുറ്റം ചെയ്യുമ്പോൾ മയക്കുമരുന്നിന് അടിമയായിരുന്നു. ഞങ്ങളൊരു ഫ്ലെക്സ് ബാനറോട് ഉയർത്തിയിട്ടുണ്ട്: സ്മാർട്ട് ഫോണിന്റെ ദുരുപയോഗം, പുകവലി, മദ്യപാനം, മയക്കുമരുന്ന് അരുത് എന്ന നിലപാടോടുകൂടിയാണ്
ഈ വട്ടപ്പറമ്പ് സെന്ററിൽ ഞങ്ങൾ വന്നിരിക്കുന്നത്. സത്യത്തിൽ ഞങ്ങളൊരു പ്രസംഗത്തിന് വന്നതല്ല, ഒരു വിമോചന സന്ദേശം നിങ്ങളോട് പകരപ്പെടുവാൻ വേണ്ടി തന്നതാണ്. നിങ്ങൾക്കറിയാം, മദ്യം, മയക്കുമരുന്ന്, പുകവലി, കഞ്ചാവ് ഒക്കെ ഉപയോഗിക്കുന്ന നിമിത്തം 40-ലധികം രോഗങ്ങളെയാണ് ഈ പറയുന്ന മദ്യവും മയക്കുമരുന്ന് ടുബാക്കോ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് നൽകുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 40-ലധികം രോഗങ്ങൾ സമ്മാനിക്കുവാൻ കഴിയും. മാത്രമല്ല, ഇതിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് നിങ്ങളുടെ കൈകളിൽ തരുന്ന നോട്ടീസിൽ ആ ചിത്രമുണ്ട്. അവിടെ കാണുന്ന ആ മനുഷ്യൻ അമേരിക്കയുടെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. 2000-ൽ മദ്യപാനത്തിന്റെ ആസക്തിയിൽപ്പെട്ടു. 6 വർഷം കഴിഞ്ഞ് 2007 അദ്ദേഹത്തിന്റെ മുഖം ഒരു ബീഭത്സമായ മുഖമായിട്ട് മാറുവാനായിട്ട് ഇടയായി. തൊട്ടു താഴെ കൊടുത്തിരിക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീയുടെ ചിത്രമുണ്ട്. 1 ലക്ഷം രൂപയോളം ഒരു ദിവസം റെമ്യൂണറേഷൻ ലഭിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു അത്. ഒരു പ്രത്യേകതയുണ്ട്, 6 വർഷം കഴിഞ്ഞപ്പോൾ അതേ വ്യക്തി തന്നെ ഒരു ബീഭത്സ രൂപിയായിട്ട് മാറുവാനായിട്ടിടയായി. ഒരു കാര്യം നമുക്കറിയാം, ഒരു ദിവസം മദ്യം കഴിക്കുന്ന വ്യക്തിയെ മദ്യപാനി എന്ന് ആരും വിളിക്കുകയില്ല. എന്നാൽ ദിവസം തോറും അത് കുടിച്ച് അവർ മദ്യത്തിന്റെ അടിമകളായി മാറുകയും, ഇംഗ്ലീഷിൽ പറഞ്ഞ അഡിക്ഷൻ എന്ന പദം ഉപയോഗിക്കുന്നത്. എന്താണ് ആ പദത്തിന്റെ അർത്ഥം? ആ പദത്തിന്റെ മൂലവാക്ക് അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന സത്യം, അത് നമ്മുടെ തലച്ചോറിന്റെ ക്രമം തെറ്റുക എന്ന വാക്കിൽ നിന്നാണ് അഡിക്ഷൻ എന്ന പദം വന്നിരിക്കുന്നത്. എനിക്കറിയാം, അഡിക്ഷൻ ബാധിച്ച പല വ്യക്തികളും രാവിലെ സമയം വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവർ തങ്ങൾ മക്കളോട് പറയും, ഭാര്യയോട് പറയും, അമ്മയോട് പറയും, ദേവന്മാരെ വിളിച്ചു പറയും, അമ്മയാണേ സത്യം, ഭാര്യയാണേ സത്യം, മക്കളാണേ സത്യം, ഇന്ന് വൈകുന്നേരം ഞങ്ങൾ കുടിക്കാതെ തിരിച്ചു വരും. എന്നാൽ 5 മണി കഴിയുമ്പോൾ കൈകാലുകളിൽ തരിപ്പാരംഭിക്കും. അവരെവിടേക്ക് പോകുന്നറിയാമോ? അവർ നേരെ ബീവറേജസിന്റെ ഔട്ട്ലെറ്റിലേക്ക് പോകും. ആ ഔട്ട്ലെറ്റിൽ നിൽക്കുമ്പോൾ വളരെ മര്യാദക്കാരാണ്. എന്നാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും മര്യാദയില്ലാത്തവരായി മാറും. പണ്ടുകാലത്ത് കുറിച്ച് പ്രായം കഴിഞ്ഞവരെ മദ്യപിച്ച് റോഡിലൂടെ നടക്കാറുള്ളൂ. എന്നാൽ ഇന്നതല്ല. ഇന്ന് വിദ്യാർത്ഥിനികള്, കുട്ടികളൊക്കെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വാഹകരാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. ഒരിക്കൽ ഒരു സ്കൂളിലെ ഒരു കുട്ടി മയക്കുമരുന്നിന് അടിമയാണ്, അതിന്റെ വാഹകനാണെന്ന് പോലീസ് കണ്ടുപിടിക്കാനിടയായി. അവരെ വീട്ടിലേക്ക് ചെന്നു. നിങ്ങളുടെ മകൻ ഒരു രാസലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, അത് പലർക്കും വിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ എന്ന് പറയുവാനായിട്ടിടയായി. ഇമ്മ കള്ളു മേടിക്കുന്ന പോലെയല്ല ഈ കെമിക്കൽ ലഹരികൾ വാങ്ങിക്കുക. കെമിക്കൽ ലഹരികൾക്കൊക്കെ 1 ഗ്രാമിന് 5000 രൂപയൊക്കെ വിലയുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ DJ പാർട്ടികളൊക്കെ നമ്മുടെ ഈ നവവത്സര ആരംഭത്തിലൊക്കെ ചെയ്യുമ്പോൾ വൈകിട്ട് 6:30 മുതൽ പുലർച്ചെ 6:30 വരെ നിർത്താതെ തുള്ളണമെങ്കിൽ കുടിച്ചേ പറ്റും. നിങ്ങൾക്ക് തോന്നുന്നു? പറ്റില്ല. കുടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വഴി കിടക്കും. എന്നാൽ ഈ കെമിക്കൽ ലഹരി കഴിച്ചാൽ അത് പുലർച്ചെ 6 മണി വരെ അതിന്റെ ഒരു ഉന്മാദ ലഹരിയിൽ കിടന്ന് നൃത്തം ചെയ്യാനൊക്കെ ഇടയാവും കേട്ടോ. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ് ഞാൻ പറയുന്നത്. എന്താ വ്യക്തം എന്നറിയാമോ? അതായത് രാസലഹരികൾ, മയക്കുമരുന്നുകൾ, ഇതെല്ലാം മനുഷ്യന്റെ തലച്ചോറിന്റെ ക്രമം തെറ്റുകയാണ്. വട്ടപ്പറമ്പിലുള്ള നല്ലവരായ നാട്ടുകാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും, ഞങ്ങളിതൊന്നും കുടിക്കുന്നില്ലല്ലോ. വളരെ ചുരുക്കം ചിലവരൊക്കെയല്ലേ കുടിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുന്നുള്ളൂ. ശരി, അപ്പോ ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുക, ഇപ്പൊ വളരെ ചുരുക്കം പേരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾക്ക് ശരിയാകാമെന്ന് വിചാരിച്ചാലും ശരിയാകാൻ പറ്റാത്തതായ തലച്ചോറിന്റെ ഒരു അവസ്ഥ ഇവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യമായ കാര്യം.
അപ്പോൾ മറ്റു ചിലർക്ക് ഇവരെ സഹായിക്കാൻ സാധിക്കും എന്ന് ഞാൻ ഇവിടെ വെച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ഈ വിമോചന യാത്രയുമായിട്ട് വട്ടപ്പറമ്പിൽ വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് സ്മാർട്ട് ഫോണിന്റെ ദുരുപയോഗം, പുകവലി, മദ്യപാനം, മയക്കുമരുന്ന് അരുത് എന്നുള്ള സത്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കാം, ഈ മൊബൈലിൽ ഇത്ര പ്രോബ്ലം ഉണ്ടോ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഇതിൽ നിന്ന് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഉറക്കക്കുറവ് വരും, ആൺകുട്ടികൾക്ക് പ്രത്യുത്പാദന ശേഷി നഷ്ടപ്പെടും, ഇതിന്റെ ദുരുപയോഗം നിമിത്തം അനേകർ ചതിക്കപ്പെടും, അനേക കുടുംബ ബന്ധങ്ങൾ തകരും. ചാലക്കുടിയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരു ടെമ്പോ ഡ്രൈവർ എന്റെ അടുത്തേക്ക് വന്നു. ഏകദേശം 3/4 മണിക്കൂർ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുള്ളിൽ ഒത്തിരി സങ്കടം വന്നു. അദ്ദേഹം ആ മീറ്റിംഗ് കഴിഞ്ഞ് എന്റെ അടുത്ത് വന്നിട്ട് റോഡാണെന്നൊന്നും നോക്കിയില്ല, ദുഃഖം വരുമ്പോൾ ഹൃദയം പൊട്ടി കരഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ 20,000 രൂപ കൊടുത്ത് എന്റെ ഭാര്യയ്ക്കൊരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തതാ എന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ കാരണം. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ടാ എന്നോട് പറഞ്ഞു. പിന്നെ ദുഃഖം സഹിക്കാൻ മദ്യം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു മദ്യപാനിയായി. ആർക്കെങ്കിലും മദ്യം കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകും. മദ്യം കഴിച്ചപ്പോൾ ആരോഗ്യം നഷ്ടപ്പെടും, കുറച്ചു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി പ്രോബ്ലം ഉണ്ടാവും, ചിലപ്പോൾ സംശയരോഗം ഉണ്ടാവും, ചിലപ്പോൾ ജീവിതത്തിന്റെ തകർച്ചയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാവും. ഞാനിത് പറയുന്നത് അനേകരുടെ ജീവിത അനുഭവങ്ങളെ വെച്ചുകൊണ്ട്. എന്നാൽ നമുക്കവരെ സഹായിക്കാൻ പറ്റും. എങ്ങനെ സഹായിക്കാൻ പറ്റും? കേരളത്തിൽ അനേക ഡി അഡിക്ഷൻ സെന്ററുകൾ, റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, ചികിത്സാ സ്ഥലങ്ങളൊക്കെയും ഉണ്ട്. ആ സ്ഥലത്ത് നാം കടന്നുപോയി അവിടെ ഒരു മാസക്കാലം താമസിക്കാമെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. എന്തുകൊണ്ട് മാറ്റം ഉണ്ടാവും? ഒരു ദിവസം നേരത്തെ പറഞ്ഞു, ഒരു ദിവസം കുടിച്ചൊരു വ്യക്തിയെ മദ്യപാനി എന്ന് ആരും വിളിക്കില്ല. തുടർമാനമായി ചെയ്യുന്ന ഒരു ദുരുപയോഗമാണ് അയാൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുത്തിയതെങ്കിൽ തുടർമാനമായ നല്ലൊരു സ്വഭാവത്തിലേക്ക് വഴി നടത്തുന്ന ചികിത്സാ വിധി വിളിക്കുന്ന പേരാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേൽപ്പിക്കും, ചായ കൊടുക്കും, ഭക്ഷണം കൊടുക്കും, അവര് ജോലി ചെയ്യാൻ തയ്യാറുള്ള ചെറിയ ജോലി ചെയ്യും. ഇനി ക്യാരംസ് കളിക്കാൻ തള്ളാറുള്ള ക്യാരംസ് കളിക്കും, സതുദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ തുടർമാനമായി 10-30 ദിവസം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അയാളുടെ ജീവിതത്തിലെ ആ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് വരുന്നതായിരിക്കുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ആ വ്യക്തിക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വട്ടപ്പറമ്പിലുള്ള സ്നേഹമുള്ളവര്, പ്രതികരണശേഷിയുള്ളവര് എന്താ ചെയ്യേണ്ടത്? ഒരാൾ എന്റെ അടുത്ത് പ്രതികരിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ വന്ന ആദ്യ ആളുകൾ. ഞാനൊരു സ്ഥലത്ത് ഇരിങ്ങാലക്കുടക്കടുത്ത സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് വന്നു. തല്ലാൻ കരുതി വാരി വന്നേക്കണം. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ പരിപാടി അവസാനിപ്പിക്കും. നിങ്ങൾ ഇവിടെയല്ല നിന്ന് പ്രസംഗിക്കേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ പോയിട്ട് ബീവറേജസിന്റെ ഔട്ട്ലെറ്റ് ഫ്രണ്ടിൽ പോയി സമരം എടുക്കും. അപ്പൊ പോലീസുകാർ നിങ്ങളെ തല്ലിച്ചതയ്ക്കും. അപ്പൊ നിങ്ങൾ അവസാനിപ്പിക്കും. അവർ എന്നോട് പറഞ്ഞതാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സർക്കാർ അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്നവര് നമുക്ക് തരുന്ന മദ്യക്കുപ്പിയുടെ അടിഭാഗത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇത് ശരീരത്തിന് ഹാനികരമാണ്, ഇത് നമ്മുടെ സ്ഥിരത നഷ്ടപ്പെടും, ഇത് നമ്മുടെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തും, രോഗങ്ങൾ നൽകും, അനേക പ്രശ്നങ്ങൾ സംഭവിക്കും എന്ന് ഇതിന്റെ അടിയിൽ എഴുതി വെച്ചിട്ട് ഇവരിത് കൊടുക്കുകയല്ല. നിങ്ങൾക്കറിയാമോ, വൈപ്പിൻ പോലുള്ള സ്ഥലങ്ങളിൽ ചില സമയത്ത് നല്ല വെള്ളത്തിന് ക്ഷാമം കിട്ടുന്ന കാലമാണ്. ഒരിക്കലും എക്സൈസ് മന്ത്രി ഇങ്ങനെ നിയമസഭയിൽ പറഞ്ഞു, എന്ത് വില കൊടുത്തും, അദ്ദേഹം പറഞ്ഞിങ്ങനെയാ, എന്ത് വില കൊടുത്തും ബീവറേജസിന്റെ ഔട്ട്ലെറ്റില് ഞങ്ങൾ എന്ത് ചെയ്യും? വിദേശ മദ്യത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തും. നല്ല വെള്ളത്തിന് വേണ്ടി ഉറപ്പുവരുത്താൻ ആരുമില്ല. പക്ഷേ മറിച്ച് ബീവറേജസിന്റെ ഔട്ട്ലെറ്റില് ഈ മദ്യത്തിന് ഉറപ്പുവരുത്തുവാനായിട്ട് തയ്യാറാണ്. ഞാനിന്ന് ചിന്തിക്കും, എന്തുകൊണ്ട് ഈ സർക്കാരുകൾ ഇത് നിർത്തുന്നില്ല എന്നൊരു ചോദ്യം. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ രസകരമായ ഒരു വാർത്ത കേൾക്കാറുണ്ടായി. നമുക്ക്
കടലയും പഞ്ചസാരയും പരിപ്പും ഒക്കെയും വിലക്കുറവിന് കിട്ടുന്ന സ്ഥലമാണ് സപ്ലൈകോ എന്ന് പറയുന്നത്. സപ്ലൈകോയില് അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് നഷ്ടത്തിലേക്ക് വരുമ്പോൾ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സജഷൻ വെച്ചു, സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലൂടെ വിദേശ മദ്യം വിറ്റാൽ എന്ത് ഗുണം കിട്ടും? ഇവിടുത്തെ നഷ്ടം പരിഹരിക്കാൻ. സത്യമായ കാര്യം ഞാൻ പറഞ്ഞത്. ബിവറേജസിന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് കൊടുക്കുന്ന മദ്യം കുറച്ച് സപ്ലൈകോയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് നിർത്തുന്നില്ല? സർക്കാർ ഇത് നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സർക്കാരിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്താണെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങളെ പറയാനുള്ളത്. ഒന്ന്, വിദേശ മദ്യം. അതിന്റെ വളരെ ഇരട്ടിയുള്ള ടാക്സ് നിമിത്തം ഗവൺമെന്റ് ജോലിക്കാർക്കുള്ള പൈസ, ശമ്പളം കൊടുക്കാനുള്ള പൈസയുടെയൊക്കെ ഒരു ഭാഗം കിട്ടും. രണ്ടാമത്തെ കാര്യം എനിക്ക് വളരെ സങ്കടം തോന്നുന്നു, അതായത് ലോട്ടറി ടിക്കറ്റ്. ഈ ലോട്ടറി ടിക്കറ്റ് അനേകരുടെ നിർഭാഗ്യത്തെ വളരെ ചിലരുടെ ഭാഗ്യമാക്കി ഗവൺമെന്റ് സ്പോൺസേഡ് ആയിരിക്കുന്ന, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, ആ വാക്കെങ്ങാനും ആരെങ്കിലും റെക്കോർഡ് ചെയ്താൽ ചില പോലീസും തന്നെ അറസ്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അനേകരുടെ നിർഭാഗ്യത്തെ ചിലരുടെ ഭാഗ്യമായിട്ട് നീക്കുന്നതായി ലോട്ടറി ടിക്കറ്റുമാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു വരുമാനമാണ്. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയാമോ? നമ്മുടെ നാട്ടിലൊക്കെയുള്ള AI ക്യാമറകൾ എങ്ങനെയെങ്കിലും നമ്മുടെ ഫീസ് കൂട്ടുകയും അല്ലെങ്കിൽ നമ്മുടെ ഫൈൻ അടയ്ക്കുകയൊക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാം. ഞാൻ പറഞ്ഞതിന്, ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല, ഞാൻ വേദന കൊണ്ട് പറഞ്ഞതാണ്. കാരണം മദ്യപാനികളുടെ കുടുംബം ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും സമാധാനമില്ലായ്മയിലേക്കും അതുപോലെ ഉള്ള സംഭവങ്ങളിലേക്കും വഴി നടക്കുമ്പോൾ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായി മാറ്റം വരുത്തുവാൻ എന്തുകൊണ്ട് തലമുറ ശബ്ദിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഞാൻ ഉയർത്തുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് തന്ന നോട്ടീസുകൾ നിങ്ങളുടെ കൈകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ ആരെങ്കിലും, നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും, നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരിൽ ആരെങ്കിലും, നിങ്ങളുടെ സ്നേഹിതരിൽ ആരെങ്കിലും ഇതിന്റെ വക്കിലുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് തന്ന നോട്ടീസിന്റെ നമ്പറുകളിൽ വിളിക്കാൻ മറക്കരുത്. കുറ്റിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളിങ്ങനെ പ്രസംഗിച്ചു, ഞങ്ങളുടെ സഹോദരിമാരിങ്ങനെ നോട്ടീസുകൾ കൊടുത്തു. അന്ന് രാത്രി 11 മണിക്ക് ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. കുറ്റിച്ചിറയിൽ നിന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നെ വിളിച്ചത്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, സാറേ, നിങ്ങളുടെ വോളണ്ടിയേഴ്സ് എനിക്കൊരു നോട്ടീസ് തന്നു. എനിക്കൊരു കൂട്ടുകാരനുണ്ട്, അവൻ എന്ത് വേണമെങ്കിലും ആത്മഹത്യ ചെയ്യും. ഞാൻ അവന് കൂടി ബെഞ്ചിൽ ഒപ്പിച്ചിരുന്ന് പഠിച്ചതാ. അവന്റെ കുടുംബം തകർന്നുപോയി. അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ പറഞ്ഞു, രക്ഷപ്പെടുത്താൻ കഴിയും. പുല്ലുവഴിക്കടുത്ത് കീഴിലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്. ഞാൻ അവിടേക്ക് കൊണ്ടുചെന്നാണ്. അതിന് ഇതുവരെ കാശ് ചെലവൊക്കെ ഉണ്ടോ? കാശ് ചെലവാക്കാൻ ഞാൻ തയ്യാറാവുന്ന ഇരിക്കാതിരുന്നാൽ മതി. ഞാൻ പറഞ്ഞു, ഒറ്റ രൂപ ചെലവില്ല. 30 ദിവസം സൗജന്യമായി ഭക്ഷണം കൊടുത്ത് അവർക്ക് വേണ്ടി സമയങ്ങളെ ചെലവഴിക്കുന്ന, ഒരു ദിവസമാണെങ്കിൽ എന്തെങ്കിലും കുറച്ച് കാര്യമുള്ളൂ. ഒരു മാസക്കാലം 10-25 പേരെ അവരെ ഉപദേശിച്ചും അവരെ സ്നേഹിച്ചും അവർക്ക് ഭക്ഷണം കൊടുത്തും മുന്നോട്ട് പോകണമെങ്കിൽ ഒരാളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ സ്നേഹത്തോടെ നിങ്ങൾ അവരെ കൊണ്ടുപോകണം. മാറാൻ ആഗ്രഹമുള്ളവരെ, അല്ലാത്തവരെ നടക്കില്ല. മാറാൻ ആഗ്രഹമുള്ളവരെ. എന്തുകൊണ്ട്? അവർക്ക് അവരുടെ ആധാർ കാർഡും അതുപോലെ തന്നെ അവരുടെ ഒരു 2-3 ദിവസം ഡ്രസ്സും കൊണ്ടുപോയാൽ 30 ദിവസം അവരെ നോക്കി അവരിൽ ഒരു മാറ്റം വരുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. കേവലം എന്തും പറഞ്ഞ് എങ്ങനെയും പ്രസംഗിച്ച് അരമണിക്കൂർ പ്രസംഗിച്ച് ഇവിടെ നിന്ന് പൊടിയും തട്ടി പോകാൻ വന്നവരല്ല ഞാൻ. അതുകൊണ്ട് അതിനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. ഈ വട്ടപ്പുറമ്പ് ദേശത്തിലെ നല്ലവരായി നാട്ടുകാരെ ആഹ്വാനം ചെയ്യുക. മയക്കുമരുന്നിന് വാഹകരായി പിടിക്കപ്പെട്ട 14 വയസ്സുകാരന്
പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു ഉത്തരം കേട്ട് പോലീസുകാർ ഞെട്ടിപ്പോയി. ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങളുടെ അമ്മയില്ല, അപ്പനില്ല. ജോലി കഴിഞ്ഞ് കട കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ പിന്നെ അവർക്കുള്ള സമയം എന്ന് പറഞ്ഞ് മൊബൈൽ നോക്കുന്ന സമയമാണ്. ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ സമയമില്ല, ഞങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാൻ സമയമില്ല, ഞങ്ങളുടെ സന്തോഷത്തിന് കൊണ്ടുപോകാൻ സമയമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിച്ചു പൊടിക്കാനായിട്ട്, ഞങ്ങൾക്ക് സന്തോഷം കിട്ടാനായിട്ട് ഞങ്ങൾ ചെയ്ത മാർഗമാണ്. പിന്നീട് അത് കിട്ടാനുള്ള കാശ് കിട്ടാനായിട്ട് വാഹകനായിട്ട് മാറിയുണ്ട്. ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ആദ്യം ഒരു മാതൃകയായിരിക്കണം. അതിനുശേഷം നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാവണം. ആരെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ഇത്തരം റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരും, നമ്മൾ അവർക്ക് ചായയും പലഹാരം കൊടുക്കും. അത് കഴിഞ്ഞ് അവര് നമ്മുടെ വീടുകളിൽ പോയിട്ട്, വീട്ടില് ഇതൊക്കെ 2 കുട്ടികളല്ലേ ഉള്ളൂ, വലിയ വീടാ പണിതിരിക്കുന്ന എല്ലാവരും, ഇഷ്ടംപോലെ മുറികൾ. ചായ കുടിച്ച് പലഹാരം കഴിച്ച് മുറിയിൽ പോയി പുസ്തകത്തിനുള്ളിൽ ഇവർക്ക് മേടിച്ചു കൊടുത്ത് 20,000-നും 30,000-നും ഫോൺ വെച്ച് ഇവർ പഠിക്കാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സത്യത്തിൽ ഇവരെന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ നോട്ട് പുസ്തകത്തിനുള്ളിൽ വീട്ടിലുള്ള വൈഫൈ ഉപയോഗിച്ച് ഇവരെവിടേക്കൊക്കെയാ പോകുന്നത്, ലോകത്തിന്റെ എവിടേക്കൊക്കെയാ പോകുന്നത്, ലോകത്തിന്റെ എവിടെയൊക്കെയാ ഇവർ സഞ്ചരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അമ്മയാര്, അപ്പനാര്, മകളാര്, മകനാര്, സഹോദരനാര്, സഹോദരി ആര് എന്നറിയാത്ത വിധത്തിലുള്ള മ്ലേച്ഛതയുടെ തേളിരംഗങ്ങളിലേക്ക് ഒരു മൊബൈലിലൂടെ കടന്നു പോകാൻ ഇന്നത്തെ കാലത്ത് കഴിയുമെന്നുള്ള സത്യം ഞാൻ നിന്നോട് പറയുകയാണ്. മൊബൈലൊക്കെ നല്ലതാ. ഒരു ദിവസം ഞങ്ങൾ ഇവിടുത്തെ നോട്ടീസ് കൊടുത്ത് ഒരു മൊബൈൽ കടക്കാരൻ എന്നെ വിളിച്ചു. 1.5 ലക്ഷം ഈ നോട്ടീസായി കഴിഞ്ഞ നാളുകളിൽ തന്നെ കേരളത്തിൽ വിതരണം ചെയ്യപ്പെട്ടത്. എത്ര പറഞ്ഞാലും നമ്മുടെ കുട്ടികൾക്ക് മതിയാകില്ല. കുട്ടികളുടെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖം കാണണം, അവരനുസരണക്കേട് കാണണം, അവരുടെ ദേഷ്യം കാണണം. അപ്പോഴേക്കും നമ്മളാകെ തകർന്നു പോകും. ആകെ ഒരു മോനല്ലേ ഉള്ളൂ, ആകെ ഒരു മോളേ ഉള്ളൂ. അതുകൊണ്ട് അവരെ സങ്കടപ്പെടുത്തണ്ട, അവരുടെ മുഖം കാണുന്ന. പ്രിയപ്പെട്ടവരെ, മൊബൈലിന്റെ ദുരുപയോഗം നിമിത്തമാണ് ഇത് ദുരുപയോഗം വരുത്തി എന്ന് പറഞ്ഞത്. മൊബൈലിന്റെ കടക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ഞങ്ങളുടെ കഞ്ഞിയൂടി മുട്ടിക്കരുത്, ഞങ്ങളുടെ കടയിൽ നിന്ന് ചെലവുണ്ടാവില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തെറ്റിദ്ധാരണ, ഞങ്ങളൊരിക്കലും മൊബൈൽ ഫോണിനെതിരല്ല. മൊബൈൽ ഫോണില്ലാതെ ഒരു കാര്യം നടക്കില്ല. പക്ഷെ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം, അതിൽ നിന്ന് മാറുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. അതിലൊന്നാമത്തെ കാര്യം, നമ്മൾ മാതാപിതാക്കൾക്കും വീട്ടുകാർക്കൊക്കെ മൊബൈലിനെ കുറിച്ച് ചെറിയ ധാരണ ഉണ്ടാവുന്നേ. നമ്മുടെ പച്ചക്കറി കടയിൽ നിന്ന് നിൽക്കുന്ന ഹിന്ദിക്കാരായ ആൾക്കാര് പച്ചക്കായ മുതൽ പാവയ്ക്ക് മുതൽ സകലത്തിന്റെ പേരുകള് മലയാളത്തിൽ പഠിച്ച് കച്ചവടം നന്നായി നടത്തി കൊടുക്കുക. ഏത് സ്ഥലത്ത് എന്നാലാണ് അവർ കിട്ടാതിരിക്കുക? ഞാൻ ബംഗാളിയായ ഒരു മനുഷ്യനോട് വളരെ കഷ്ടപ്പെട്ട് ഹിന്ദി പറയാനുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ചേട്ടാ ഹിന്ദി ഒന്നും പറയണ്ട, മലയാളം എനിക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, അവർക്ക് മലയാളം പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തെ നേടാൻ, നമ്മുടെ മക്കളെ നേടുവാൻ തക്കവണ്ണം ഇത്ര കാര്യങ്ങൾ ചെയ്തുകൂടാ? പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുക. മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും പുകവലിക്കും മൊബൈൽ ഫോണിന്റെ ദുരുപയോഗത്തിനും നോ എന്ന് പറയുന്ന ഒരു ശബ്ദം നമ്മുടെ വട്ടപ്പറമ്പിൽ നിന്ന് ഉയരണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിച്ച് ഇവിടെ നിന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പലരെയും ക്രിമിനൽ സ്വഭാവമുള്ളവരെ, കൊലക്കേസിൽ പ്രതികളെ, അതുപോലെ സമൂഹത്തിനും കുടുംബത്തിനും പറ്റാത്തവരെയൊക്കെ ഞങ്ങൾ പല സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് സത്യം പറയാം, 100 പേരെ കൊണ്ടുപോയാൽ 20 പേരെയാ നേരെയാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്കൊരു തീരുമാനമില്ല. ഒരു മാസം തലവേദന മാറാൻ എവിടെയെങ്കിലും ചെന്ന് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഗ്യാരണ്ടി ആയിരിക്കുന്ന ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. വിശുദ്ധനായ പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെയൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? അതെങ്ങനെയാണ്?
യേശു ക്രിസ്തുവിലാകുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഒന്നുകൂടി ഞാൻ പറയാം. വിശുദ്ധനായ പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, യേശു ക്രിസ്തുവിലാകുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഞാനൊരു ഹിന്ദു അല്ലേ, ഞാനൊരു മുസ്ലിം അല്ല, ഇയാളിപ്പോ 2-3 വാക്കുകൾ പറഞ്ഞല്ലോ. യേശു ക്രിസ്തു, ബൈബിൾ ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമല്ലേ? യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ? എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയുവാനുണ്ട്. എന്താണെന്നറിയാമോ? അതായത് യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് ഞാൻ സമ്മതിക്കുമായിരുന്നു, ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ. വിശുദ്ധനായ യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതിയപ്പോൾ 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഈ സംശയം ശരിയാകുമായിരുന്നു. കർത്താവായ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് കത്തോലിക്കനും, ഏത് യാക്കോബായക്കാരനും, ഏത് CSI കാരനും, ഏത് ബന്ധുക്കോസുകാരനും, ഏത് ബ്രദറൻകാരനും ദൈവത്തിന്റെ മക്കളാകാം എന്നാണ് ബൈബിളിൽ എഴുതിയതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സമ്മതിച്ചു തരുമായിരുന്നു. എന്നാൽ ബൈബിളിൽ എഴുതിയത് അങ്ങനെയല്ല. ബൈബിളിൽ എഴുതിയത് കർത്താവായ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും, കറുത്തവനെന്നോ വെളുത്തവനെന്നോ, വിദ്യാഭ്യാസമുള്ളവനെന്നോ വിദ്യാഭ്യാസമില്ലാത്തവനെന്നോ, വട്ടപ്പറമ്പുകാരനെന്നോ ചാലക്കുടിക്കാരനെന്നോ, കേരളീയനെന്നോ തമിഴ്നാട്ടുകാരനെന്നോ, ഈ കേരളത്തുകാരനെന്നോ അതിഥി തൊഴിലാളികളെന്നോ വ്യത്യാസമില്ലാതെ ദൈവം സകല മനുഷ്യനും വേണ്ടി ഒരു മാർഗത്തെയാണ് സൃഷ്ടിച്ചത്. മനുഷ്യൻ സൃഷ്ടിച്ചതാണ് മതങ്ങൾ, മതത്തെ മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. എന്നാൽ ദൈവം ഒരു മാർഗമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. അത് ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട യേശുക്രിസ്തുവിന്റെ നാമമാണ്. യേശുക്രിസ്തുവിലാകുന്നവൻ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇന്നലെ വരെ നിനക്കുണ്ടായിരുന്ന മദ്യപാനശീലം, നിന്റെ അവിശ്വസ്തത, നിന്റെ സംശയരോഗം, നിന്റെ ജീവിതത്തിലെ സകല നന്മകളും നശിപ്പിച്ചു കളഞ്ഞ നിന്റെ അവിശ്വസ്തത, നിന്റെ രഹസ്യഭാവങ്ങൾ, നിന്റെ ജീവിതത്തിലെ സകലവിധ തെറ്റുകളുടെ കൂമ്പാരത്തെയും ഒറ്റ നിമിഷം കൊണ്ട് മാറ്റിയെടുത്തു കളയുവാൻ ഈ ക്രിസ്തുവിന് കഴിയുമെന്ന അതിന്റെ അർത്ഥം. എങ്ങനെ ക്രിസ്തുവിന് കഴിയും? അതിനൊരു ഉത്തരമുണ്ട്. എന്താ ഉത്തരം എന്നറിയാമോ? യേശു ക്രിസ്തു സാധാരണ ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നവനല്ല. താൻ ജനിക്കുന്നതിന് 1500 വർഷങ്ങൾക്ക് മുമ്പ്, 700 വർഷങ്ങൾക്ക് മുമ്പ്, 400 വർഷങ്ങൾക്ക് മുമ്പ്, യേശു ക്രിസ്തുവിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനിച്ചവർ പറഞ്ഞ വാക്യങ്ങൾ അനുസരിച്ച്, പ്രവചനങ്ങൾ അനുസരിച്ച് ലോക ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ച് എവിടെ ജനിക്കുമെന്ന് പറഞ്ഞോ അവിടെ ജനിച്ച്, എങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞോ അങ്ങനെ ജീവിച്ച്, അങ്ങനെ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അനേക മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറ ഇന്ന് തുറന്നു കിടക്കുന്നത് ലോക ചരിത്രത്തെ AD എന്നും BC എന്നും തിരിച്ചത് യേശു ക്രിസ്തുവിന്റെ നിസ്തുല വ്യക്തിത്വത്തെ കുറിച്ച് പറയുവാണ്. യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ മരിച്ചവരെ ഉയർപ്പിച്ചു, ജന്മനാ കുരുന്മാർക്ക് കാഴ്ച കൊടുത്തു, കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കി, കാറ്റിനെയും കടലിനെയും ശാസിച്ചു, ചന്ദ്രരോഗികളെയും അതുപോലെ ഭ്രാന്തന്മാരെയും പിശാചുബാധിതന്മാരെയും സുഖപ്പെടുത്തുവാനിടെ ലോക ചരിത്രത്തിൽ ഇതുപോലെ വ്യക്തിത്വം ഉണ്ടായിട്ടില്ല, ഇതുപോലെ മഹാൻ ഉണ്ടായിട്ടില്ല, ഇതുപോലെ ദൈവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിലാകുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിലാകുന്നത്? യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്, പാവമില്ലാതെ ജീവിച്ചത്, പാപത്തിന് വേണ്ടി മരിച്ചത്, അവസാനം രക്തം ചിന്തിയത്, ശപിക്കപ്പെടുവാനെ കൊല്ലുന്ന പുരുഷൻ മരിച്ചത്, ശരീരം ഒടിവച്ചാറ് പോലെയായത്, തലയിൽ ഒരു ബാലമരി പുരുഷൻ മുക്കിരീടും അണിഞ്ഞത് എന്തിനു വേണ്ടി? എന്റെയും നിന്റെയും വൈകാരികമായ, ആത്മീയമായ, ശാരീരികമായ അധഃപതനത്തിൽ നിന്നും വേദനയിൽ നിന്നും മാറുവാനത്രേ യേശു ഭൂമിയിലേക്ക് വന്നു. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ക്രിസ്തുവിലാകാൻ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ പണം ആവശ്യമുണ്ട്. കർത്താവ് നമ്മളിൽ നിന്ന് പണം ആവശ്യപ്പെടുന്ന ഒരു യാചകനല്ല. അവൻ സർവ്വം കൊടുക്കുന്ന പകൽ വെളിച്ചത്തെയും രാത്രി ചന്ദ്രനെയും ശുദ്ധജലത്തെയും ഓക്സിജനെയും സകലത്തെയും തന്ന ദൈവത്തിന് നമ്മുടെ നാണയത്തൊട്ടുകളോ നോട്ട് തൊട്ടുകളോ ആവശ്യമില്ല. പിന്നെ എന്താവശ്യമുണ്ട്?
ഞാൻ നോർത്ത് ഇന്ത്യയുടെ ഭാഗത്ത് അനേക ഗ്രാമങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്. അവിടെ കഞ്ചാവ് മുഴുവൻ റോഡിൽ അരിപ്പച്ച് നിൽക്കുന്നത് പോലെയാണ്. ആണുങ്ങളൊക്കെ പലപ്പോഴും ഈ മയക്കുമരുന്നിന്റെ അടിമകളാണ്. ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഗ്രാമത്തിൽ വലിയ കൂട്ടനിലവിളിയാണ്. നോക്കുമ്പോൾ ഒരു ജനിച്ച ഒരു നവജാത ശിശു മരിച്ച പോലെ കിടക്കുകയാണ്. ഞങ്ങൾ ഹിന്ദി അറിയാവുന്നവരൊക്കെ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു 10-14 ദിവസമായ കുട്ടീനെ അവന്റെ അപ്പൻ, മയക്കുമരുന്നിന് അടിമയായ അപ്പൻ എന്ത് ചെയ്തു, നന്നായി ഒരു ഉമ്മ വെച്ച് കുറച്ചു നേരം. ആ ഉമ്മ വയ്ക്കലിന്റെ മണം കേട്ടിട്ട് ആ കൊച്ചിന്റെ ബോധം നഷ്ടപ്പെട്ടു പോകാൻ കഴിയും. പിന്നെ ഞങ്ങളവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, അവിടെ കൂടി നിന്ന 100-350 പേര് കൈക്കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് ഓടി വന്നേക്കാം. ആദ്യമായിട്ട് ഒരു വണ്ടി അവിടെ വരുന്നത്, ഒരു ജീപ്പിൽ ഞങ്ങൾ കടന്നു പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവരോട് ഈ കാര്യം പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. എങ്ങനെ മാറ്റമുണ്ടാകും? യേശുക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ പാപമോചകനാണെന്ന്, നിങ്ങളുടെ ശാപത്തിന് വിടലുള്ളവരാണെന്ന് നിങ്ങൾ വിശ്വസിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ അവരോട് ചോദിച്ചു. ഞാൻ ചോദിച്ചത് എങ്ങനെയാ? परमेश्वर का मंदिर कौन सा है? परमेश्वर का मंदिर कौन सा है? ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആലയം അത് എവിടെയാ? ചിലര് ചില കല്ലുകളെ കാണിച്ചു, വേറെ ചിലര് പള്ളിയെ കാണിച്ചു, മറ്റുള്ള അമ്പലത്തെ കാണിച്ചു, പലരും പലതിനെയും കാണിച്ചു. എന്നാൽ സത്യദാത്ത, ഒരു പൂണിട്ട ഒരു പ്രായമേറിയ ഒരു അപ്പച്ചൻ, ഒരമ്മാവൻ അവിടെ നിന്നുകൊണ്ട് എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മേരാ ദിൽസേ എന്ന് പറഞ്ഞു. എന്റെ ഹൃദയത്തില ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ദൈവജനമായി ബൈബിളും അത് തന്നെയാ പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കാൻ ആഗ്രഹിക്കുന്ന ആലയമാണ് നമ്മുടെ മർത്യ ശരീരം, നമ്മുടെ ഹൃദയം. അപ്പോൾ ഹൃദയത്തിലേക്ക് നമുക്ക് കർത്താവിനെ സ്വീകരിച്ചാൽ മതി. എങ്ങനെ സ്വീകരിക്കണം? ഒരു കുഷ്ഠരോഗി ഒരു കേക്ക് കഷ്ണം തന്നാലും ഒരു ലഡു തന്നാലും ആരും വാങ്ങിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുടിയിരുത്തുവാൻ ഇരിക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഹൃദയത്തിന്റെ ശ്രീകോവിൽ എങ്ങനെയായിരിക്കണം? കടപ്പശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ അനേക ഹൈന്ദവരുടെ മുമ്പിൽ ഞാൻ പ്രസംഗിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ശബരിമലയ്ക്ക് പോകുമോ? വെറുതെ എങ്ങനെ പോവോ? വെറുതെ ഒരു കർത്ത ഇതിട്ടിട്ട് പോവില്ലല്ലോ. നിങ്ങൾ കുളിച്ച്, നിങ്ങൾ നോമ്പെടുത്ത്, നിങ്ങൾ ഭക്തിയോടുകൂടിയാ പോകുന്നത്. ഏത് ആചാരത്തിനും അനുഷ്ഠാനത്തിനും പോകുമ്പോൾ ഒരു ഭക്തിയോടെ പോകുന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിന്റെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ആകാശത്തെയും ഭൂമിയെയും സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ പാപക്കറകൾ കഴുകിക്കളയണം. ഏത് സോപ്പ് കൊണ്ടാ, ഏത് പുണ്യജലം കൊണ്ടാ, ഏത് ആചാരാനുഷ്ഠാനം കൊണ്ടാ മനുഷ്യന്റെ പാപത്തെ മാറ്റിക്കളയാൻ കഴിയുക? കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെയാണ് മാനവലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ലോകത്തിന്റെ പാപം നീക്കി ദൈവത്തിന്റെ കുഞ്ഞാടായി മരിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പാപമില്ലാത്ത രക്തത്തിൽ ആശ്രയിച്ച് എന്റെ പാപത്തെ ക്ഷമിക്കണമേ, എന്റെ പാപമോചകനെ എന്റെ ഹൃദയത്തിലേക്ക് വാങ്ങണമേ. ആരും ബുദ്ധിപൂർവമല്ല, നിങ്ങളുടെ അംഗീകാരത്തോടുകൂടിയല്ല. നിങ്ങളുടെ അംഗീകാരം ദൈവത്തിന് ആവശ്യമില്ല, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം ദൈവത്തിന് ആവശ്യമുണ്ട്. വട്ടപ്പറമ്പിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ വൈകുന്നേര സമയം ഈ വട്ടപ്പറമ്പിൽ കടന്നു വന്ന്, ഞാനിവിടെ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത്, ഈ വട്ടപ്പറമ്പിൽ കടന്നു വന്ന് കർത്താവായ യേശുവിനെ കുറിച്ച്, യേശുവിന്റെ വചനത്തെ കുറിച്ച്, പാപത്തിന്റെ അന്ധകാരത്തിൽ മാറ്റുവാനുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഇന്ന് പറയുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. പല സ്ഥലങ്ങളിലും പലരും ഞങ്ങളുടെ അടുത്ത് വന്ന് ചില ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഉപദ്രവത്തിലും ഒരു തല്ലിനും ഒരു കാര്യത്തിലും ഞങ്ങളുടെ ഈ ദൈവസ്നേഹത്തിൽ ഞങ്ങൾ മാറ്റുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞാൻ കൃത്യതയോടുകൂടി പറയാനിടയായത്, മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെയുള്ള വിവിധങ്ങളായിരിക്കുന്ന രോഗങ്ങൾക്കും വിവിധങ്ങളായിരിക്കുന്ന ക്രിമിനൽ സ്വഭാവങ്ങൾക്കും മാറ്റമുണ്ടാകുക.
മാനുഷികമായൊരു പ്രതിവിധിയുണ്ട്, എന്നാൽ ആത്മീകമായൊരു പ്രതിവിധിയുണ്ട്. അതിന് ഏറ്റവും എളുപ്പമായ മാർഗം നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുത്ത് യേശുക്രിസ്തുവിനെ ഹൃദയത്തിന്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ട് ഇത് മാറ്റം വരികയില്ല. നമ്മുടെ പെരുന്നാളുകളും നമ്മുടെ ക്രിസ്മസുകളും നമ്മുടെ ഈസ്റ്ററുകളും നമ്മുടെ വിഷുകളും നമ്മുടെ ഓണം എല്ലാ ആഘോഷങ്ങളും, ഞാൻ ചാലക്കുടിക്കാരനാണ്, ചാലക്കുടിക്കാരും ഇരിങ്ങാലക്കുടക്കാരും മത്സരിക്കുക. കഴിഞ്ഞ അവിടെയും ഞങ്ങൾ ചാലക്കുടിയന്മാര് 1ാം സ്ഥാനം നേടി, 3ാം സ്ഥാനം ഇരിങ്ങാലക്കുടിയന്മാർക്ക് കിട്ടി, നടുക്കുള്ള സ്ഥാനം ചങ്ങനാശ്ശേരിക്ക് തട്ടിക്കൊണ്ടുപോയി. എല്ലാ കൊല്ലം മത്സരമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, പുണ്യാളിനെ പ്രസാദിപ്പിക്കാൻ മദ്യപിച്ചും മടക്കം പൊട്ടിച്ചും നമ്മുടെ ജീവിതം ദൈവത്തിൽ പ്രസാദകരമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് യേശുവിനെ സ്വീകരിച്ച് പാപങ്ങൾക്ക് വേണ്ടി പാപമോചനം ആവശ്യപ്പെട്ട് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് നീ കർത്താവിന്റെ സന്നിധി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാകുവാനിടെ. അതിനായിട്ട് ഒറ്റപ്പുറങ്ങളുടെ സ്നേഹമുള്ള എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തിന്റെ വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദേശത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള രാമകൃഷ്ണൻ എന്ന് പറയുന്ന സാറ് പ്രാർത്ഥിക്കും. അദ്ദേഹം ഒരു കോൺട്രാക്ടറായിരുന്നു, അദ്ദേഹം തികഞ്ഞ മദ്യപാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടുകാർ തന്റെ ഭാര്യ മരിക്കാനും തന്റെ ആ വ്യക്തി ആത്മഹത്യ ചെയ്യാനിടയായ കൂട്ടുകാരുണ്ടായിരുന്ന ഒരു മദ്യപാനിയായി. ഒരു ദിവസം കൊണ്ട് അദ്ദേഹം രൂപാന്തരപ്പെടുവാനാണ്. ഒരു മാസത്തെ സ്ഥലത്ത് പോയിട്ടല്ല, ഒരു ദിവസം കൊണ്ട് രൂപാന്തരപ്പെട്ട വ്യക്തിയാണ്. തന്റെ മദ്യപാനായ പിതാവും അതുപോലെ തന്നെ തന്റെ കുടുംബക്കാരും ഈ ദൈവത്തെ സ്വീകരിച്ചു. അപ്പോഴൊരു കാര്യം മനസ്സിലായി, ഇദ്ദേഹം ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായിരുന്നു. ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവിന്റെ ആശ്രയിച്ചിരിക്കും. ഞങ്ങൾ ശ്രദ്ധിച്ചെല്ലാവർക്കും വന്ന് അറിയിക്കുന്നു. ഞങ്ങളെ ശ്രദ്ധിച്ചവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വാക്തത്വങ്ങളിൽ വിശ്വസനായ നല്ല ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വാഴ്ത്തിയെ സ്തുതിക്കുകയും ഈ മനോഹരമായിരിക്കുന്ന വട്ടപ്പറമ്പ് ദേശവാസികൾ അത്